എല്ലാവർക്കും പ്രിയ പാഷൻ ആൻഡ് റിലാക്സേഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചൈനീസ് സോസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് പല ചൈനീസ് റെസിപ്പീസിലും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോസ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കുറച്ച് റൈസ് ഉണ്ടെങ്കിൽ അത് മിക്സ് ആക്കി ഒരു റൈസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ വെറൈറ്റീസ് ഉണ്ടാക്കാം. അങ്ങനെ പറ്റുന്ന ഒരു സോസാണ്. വാ കാണാം. ഷെസ്വാൻ സോസിന് വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം പിരിയൻ മുളക്, ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇത്തിരി കുതിർത്ത് വെച്ചിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഒരു 50 ഗ്രാം നോർമൽ നമ്മൾ വറുത്തിടുന്ന കറിക്കൊക്കെ വറുത്തിടുന്ന മുളക്, ഇത് എരിവിന് വേണ്ടിയിട്ടും ഇത് കളറിന് വേണ്ടിയിട്ടുമാണ്. പച്ചമുളക് 50 ഗ്രാം, വെളുത്തുള്ളി അതുപോലെ ഇഞ്ചിയും 100 ഗ്രാം, 50 ഗ്രാം സെലറിയും എടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ചില്ലി രണ്ടും ഒന്നിച്ചിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ബോയിൽ ചെയ്യണം. എന്നിട്ടത് അരച്ചെടുക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഇത് നമുക്കൊന്ന് ബോയിലാവാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഗാർലിക്, ജിഞ്ചർ, പച്ചമുളക്, സെലറി എല്ലാം തരിതരിപ്പായി മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ തരിതരിപ്പായി മുറിക്കാൻ ഇത്തിരി ടൈം എടുക്കും. അതൊരു ടൈം കൺസ്യൂമിങ് സംഭവം തന്നെയാണ്. എങ്കിലും നമ്മൾ മായൊന്നും ചേർക്കാത്ത ഒരു സോസ് വീട്ടിലുണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണല്ലോ. കുറച്ച് സമയം ചിലവാക്കിയാലും മായൊന്നുമില്ലാത്ത സോസ് വെച്ചിട്ട് നമുക്ക് പല വിഭവങ്ങളും അല്ലെങ്കിൽ മനസ്സിന് വലിയ ടേസ്റ്റ്, വായ്ക്ക് രുചിയുള്ള അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന പല ഡിഷസും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ക്ഷമയോടുകൂടെ മുറിച്ച് എടുക്കാം. ഇനി നമുക്ക് മുളക് അരച്ചിട്ടെടുക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഷെസ്വാൻ സോസിലേക്ക് നമുക്ക് കെച്ചപ്പും കൂടെ ആഡ് ചെയ്യാനുണ്ട്. കെച്ചപ്പ് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. നമ്മൾ ഷെസ്വാൻ സോസ് മായമില്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചത് ആഡ് ചെയ്യുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 2 പോട് വെളുത്തുള്ളി. ആദ്യം ടൊമാറ്റോ നല്ല തിളക്കുന്ന വെള്ളത്തിലിടണം. വെള്ളം ഇതാ നല്ല വെട്ടി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. കുറച്ച് സമയം അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഇളകി വരുമ്പോൾ തോലിളക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. കെച്ചപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് സമയമാകുമ്പോൾ നമുക്ക് ഈ സോസിലേക്ക് ആഡ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ പിന്നെ എള്ളെണ്ണ പോലെയുള്ള ഫ്ലേവർ പുറത്തറിയുന്ന എണ്ണ ഒഴിക്കാത്തതാണ് നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഓയിൽ ആവശ്യമുണ്ട്. ചില്ലി മൂത്ത് വരുമ്പോൾ എണ്ണ കുറവെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് അരച്ച് വെച്ച ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. ചില്ലി പേസ്റ്റ് നന്നായി കുക്കായി വരണം. അപ്പോൾ നല്ല മുളകല്ലേ, അപ്പോൾ നന്നായിട്ട് മൂക്കിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. എക്സോസ് ഫാനൊക്കെ ഓണാക്കി വെച്ചിട്ട് വേണ്ടി ചെയ്യാൻ. ഇത് ഒരു ചെറിയ തീയിൽ ഇങ്ങനെ ചൂടാക്കി നന്നായി ഇളക്കിയിട്ട് ഇതാക്കി എടുക്കുക. കാരണം തീ കൂടുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണിലൊക്കെ ആയാലും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനൊരു ഇത്തിരി ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മുളക് അരഞ്ഞു കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. മുളക് അരക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. മുളക് നന്നായിട്ട് കുക്കായി അതിൻ്റെ ആ പച്ച രുചി അങ്ങ് മാറിക്കിട്ടണം. ചില്ലി നന്നായി കുക്കായി എണ്ണ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം ബാക്കി ജിഞ്ചർ ഗാർലിക്കൊക്കെ ആഡ് ആകുമ്പോൾ കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്യാം.
2 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ആഡ് ചെയ്തു. ചില്ലി പേസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. ഇതിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. വെളുത്തുള്ളി ആഡ് ചെയ്തു. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, അതിൻ്റെ പിന്നാലെ പച്ചമുളക്, സെലറി ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പിന്നാലെ തരിതരിപ്പായിട്ട് അരിഞ്ഞ ഒരു ഉള്ളിയും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും സെലറിയും ഒക്കെ ആഡ് ചെയ്യാം. ജിഞ്ചറും ഗാർലിക്കും ഏകദേശം കുറച്ച് ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അനിയൻ സവാള ആഡ് ചെയ്യാം. ഇഞ്ചിയും സെലറി ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ എണ്ണയിൽ മൊരിയുന്ന ആ ഒരു നല്ലൊരു അരോമ. ഗ്രീൻ ചില്ലിയും സെലറിയും അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള റെഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പ് ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കെച്ചപ്പ്, ഷെസ്വാൻ സോസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറേ കൂടെ ലിക്വിഡി ആയിട്ട് ഉണ്ടാവുക, നല്ലോണം ലൂസായിട്ട് ഉണ്ടാവുക. നമുക്ക് അങ്ങനെ വേണമെങ്കിലും കുറച്ച് തിളച്ച വെള്ളം അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ആക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ ലൂസായിട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും കണ്ടെയ്നേഴ്സിലൊക്കെ സൂക്ഷിക്കാൻ എളുപ്പമാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. നമ്മൾ പറഞ്ഞ മുളകിൻ്റെ അളവൊക്കെ അതുപോലെ എടുത്താലും ചില സമയത്ത് ചില മുളകിന് നല്ല എരിവുണ്ടാകും. അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ എരിവിൻ്റെ കുത്ത് മാറ്റിയെടുക്കാം. അതിനനുസരിച്ചിട്ട് ലാസ്റ്റിൽ നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം അപ്പോൾ എടുത്താൽ മതി. അപ്പോൾ കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ വെച്ചിട്ട് ചിക്കൻ ഐറ്റംസ്, അല്ലെ ചിക്കൻ ലോലിപോപ്പ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി എളുപ്പമായില്ലേ. സോസ് ഉണ്ടാക്കി വെക്കുക. നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യം പോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.